നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രാമായണത്തിലെ ഓരോ സംഭവത്തിനും ഓരോ ആന്തരിക അർത്ഥമുണ്ട്. ചില സംഭവങ്ങളാണ് പിന്നീട് വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകുന്നത്. അത്തരത്തിൽ രാമായണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ശൂർപ്പണഖയുടെ പഞ്ചവടിയിലെ ആഗമനം. ഈ ഒരു സന്ദർശനമാണ് സീതാപഹരണത്തിലേക്കും രാവണവധത്തിലേക്കും ഒടുവിൽ ധർമ്മത്തിന്റെ വിജയത്തിലേക്കും വഴി തുറന്നത്. വനവാസത്തിന്റെ ഭാഗമായി ശ്രീരാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ സമാധാനപൂർണമായ ജീവിതം നയിക്കുകയായിരുന്നു. അപ്പോഴാണ് രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ ആ വനത്തിലൂടെ സഞ്ചരിച്ചെത്തുന്നത്. രാക്ഷസ വംശത്തിൽ ജനിച്ചെങ്കിലും അസാധാരണമായ രൂപമാറ്റ ശക്തിയുള്ളവളായിരുന്നു അവൾ. വേട്ടയാടിയും വനത്തിൽ അലഞ്ഞു തിരിഞ്ഞും എത്തിയ ശൂർപ്പണഖ പർണശാലയ്ക്ക് സമീപം നിൽക്കുന്ന ശ്രീരാമനെ കണ്ട നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ ദിവ്യ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി. തന്റെ യഥാർത്ഥ ഭീകര രൂപം ഉപേക്ഷിച്ച് അതിസുന്ദരിയായ യുവതിയുടെ രൂപം സ്വീകരിച്ച് രാമന്റെ സമീപമെത്തി തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷേ രാമൻ അത് നിരസിക്കുന്നു. ഇതാണ് പിന്നീട് രാമരാവണ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ ആരണ്യകാന്ഡം ശൂർപ്പണഖ ആഗമനം പാരായണം ചെയ്യുന്നത് സിന്ധുജി. ആരണ്യകാന്ഡം ശൂർപ്പണഖ ആഗമനം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമിതീരേ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞ് ഇന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട്, നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. കരദൂഷണ തൃശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത, ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ.
എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടു കൂടെ പോന്നു. രമിച്ചു കൊള്ളേണം നീ, നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു. മാനവ വീരൻ അവളോട് അരുൾ ചെയ്തിടിനാൻ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു. മാനവ വീരൻ അവളോട് അരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിഹതബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നീടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയും എടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ. എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാൾ. എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു, നിനക്ക് ഒന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ. നിന്നെയും കണ്ടുകെട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. തെരിക്കുന്നിനി കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ. വാൽമീകി രാമായണം നാം മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തത്വങ്ങളിൽ ഒന്നാണ്, ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു വേണം ഭരണം നടത്താനുള്ളത് എന്ന്. അത് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നും ഭരണകാര്യങ്ങളിൽ പോലും അവർ അഭിപ്രായം പറഞ്ഞിരുന്നുവെന്നും നമുക്ക് ഈ ആദികാവ്യത്തിലൂടെ മനസ്സിലാക്കാം. ഇന്ന് രാമാമൃതത്തിൽ ശൂർപ്പണഖ ഒരു പുനർവായന. കാവാലം ശശികുമാറിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. നമ്മുടെ കഥകൾക്കും പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും ചരിത്രങ്ങൾക്കും ആധാരമായിട്ടുള്ളത് വാസ്തവത്തിൽ നമ്മുടെ വേദങ്ങളാണ്. ആ വേദങ്ങളിൽ നമുക്ക് സൂക്ഷ്മരൂപത്തിൽ നൽകിയിരിക്കുന്ന ചില ദർശനങ്ങൾ, തത്വങ്ങൾ, അതെല്ലാം നമ്മളിലേക്ക് വ്യാഖ്യാന രൂപത്തിൽ, പല കാലങ്ങളിൽ ഉണ്ടായ വ്യാഖ്യാന രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചപ്പോഴാണ് നമുക്ക് ചില കഥകൾ, കഥാപാത്രങ്ങൾ ഒക്കെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ കഥാപാത്രങ്ങളിൽ നാം എല്ലാം വളരെയേറെ ക്രൂരയായും ദുഷ്ടയായും ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഒക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്ന ആളാണ് ശൂർപ്പണഖ. ആ പേര് തന്നെ ശൂർപ്പം പോലെയുള്ള, മുറം പോലെയുള്ള നഖമുള്ള രാക്ഷസി. അപ്പോൾ ആ രാക്ഷസിയുടെ ഒരു വലിപ്പമൊക്കെ മനസ്സിലാക്കിക്കോണം. അങ്ങനെയുള്ള ആ രാക്ഷസി എന്നാണ് നമുക്ക് മനസ്സിലുള്ളത്. നാം കേട്ടിരിക്കുന്ന കഥയിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കാമാർത്തയായി സമീപിക്കുകയും സീതാദേവിയെ ഉപദ്രവിക്കുകയൊക്കെ ചെന്ന സമയത്ത് ലക്ഷ്മണൻ നാസികാ കുജങ്ങൾ
മുറിച്ച് ഉപദ്രവിച്ച് വിട്ട ഈ ശൂർപ്പണഖ രാവണൻ്റെ അടുത്ത് പോയി സഹോദരനോട് പറഞ്ഞു, ദേ എന്നെ ഇങ്ങനെ 2 അവന്മാർ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ കൂട്ടത്തിലൊരു സുന്ദരിയായ സ്ത്രീയുണ്ട്, നീ അവരെ കൊല്ലുകയും ആ സ്ത്രീയെ നീ സ്വന്തമാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് നമ്മളുടെ പല കഥകൾ. ഇപ്പോൾ പ്രത്യേകിച്ച് കമ്പരാമായണം പോലുള്ള കഥകളിലാണത് വളരെ വിസ്തരിച്ചുണ്ടായിരിക്കുന്നത്. നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആ കഥാപാത്രത്തിൻ്റെയൊക്കെ വളർച്ച, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആദികവിയുടെ വാൽമീകി രാമായണമാണല്ലോ. ആ വാൽമീകി ഈ കഥാപാത്രത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കുമ്പോഴാണ് നാം നമ്മുടെ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും നമ്മുടെ ആധ്യാത്മികമായ ഒരു മേഖലയിലുമൊക്കെ നാം എത്രമാത്രം ഉയർന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്നും നമ്മുടെ സ്ത്രീകൾക്ക് ഏത് തരത്തിലുള്ള പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നും അവരെത്രമാത്രം ധന്യമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നതെന്നും അവർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് വാൽമീകി രാമായണത്തിലെ ശൂർപ്പണഖ. വാൽമീകി രാമായണത്തിലെ ശൂർപ്പണഖ ദണ്ഡകാരണ്യത്തിൽ രാമലക്ഷ്മണന്മാർ എത്തിച്ചേർന്ന് അവിടെ നേരത്തെ അധീനതയിലായിരുന്ന രാക്ഷസന്മാർക്ക് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ മഹർഷിമാർക്ക് തിരിച്ചു പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് നിനക്കൊരു ശത്രു ഉണ്ടായിരിക്കുന്നു, ആ ശത്രു ഇന്ന ആളാണെന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാവണൻ്റെ കൊട്ടാരത്തിൽ വിശാലമായ സദസ്സ് നടക്കുന്നു. ആ സദസ്സ് നടക്കുന്ന പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് ചെന്നിരിക്കുന്ന ഈ ശൂർപ്പണഖ അവിടെ ചെന്ന്, ഞാൻ രാവണൻ്റെ പെങ്ങളാണേ, അനിയത്തിയാണേ, എനിക്കൊരു സഹായം വേണേ, അങ്ങനെയുള്ള യാതൊരു സഹായം ചോദിക്കുകയോ ബന്ധുബലം കാണിക്കുകയോ അല്ല ചെയ്തത്. അവിടെ ചെന്ന് രാവണനോട് പറഞ്ഞു, നേർക്കുനേർ പറഞ്ഞു, രാവണ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, നിനക്ക് ചാരന്മാരില്ല, നിനക്ക് ഈ രാജ്യത്ത് നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല, ജനതയുടെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നില്ല, സ്പന്ദനം എന്താണെന്ന് അറിയുന്നില്ല, നീ അത് ചെയ്യുന്നതിൽ നിനക്ക് വീഴ്ച വരുത്തിയിരിക്കുന്നു. നീ കാമാർത്ഥനായിട്ട് നിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം, നിന്റെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം നീ രാജ്യത്തെ നയിക്കുകയാണ് ചെയ്യുന്നത്. അത് അപകടകരമാണ്. തന്നിഷ്ടം നോക്കി രാജ്യം ഭരിക്കുന്ന, തൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന, തൻ്റെ സുഖം മാത്രം നോക്കുന്ന ജനതയെ മറന്നുപോകുന്ന ഒരു ഭരണാധികാരിയെ എപ്പോഴും ഏതവസരം വന്നാലും ജനങ്ങൾ കൈവിടും. വേണ്ടി വന്നാൽ ജനങ്ങൾ അങ്ങനെയുള്ള ഭരണാധികാരിയെ വധിക്കുക കൂടി ചെയ്തു കളയും. അതുകൊണ്ട് നീ അപകടത്തിലേക്ക് പോവുകയാണ്, വലിയ താമസമില്ലാതെ നിനക്ക് നിൻ്റെ ഈ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് വേണ്ടത് നീ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ശൂർപ്പണഖ. ആ ശൂർപ്പണഖയുടെ ഉപദേശങ്ങൾ അത് ആ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ പ്രധാനപ്പെട്ട ഭാഗത്തിൽ നാം കാണുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ പൂർവികരായിരുന്ന സ്ത്രീജനങ്ങൾ, അവരെത്രമാത്രം പണ്ഡിതരായിരുന്നു, എത്രമാത്രം പ്രൗഢരായിരുന്നു, എത്രമാത്രം ഉപദേശിക്കാൻ കരുത്തുള്ള ആൾക്കാരായിരുന്നു. രാജനീതിയെക്കുറിച്ച് രാജാവിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന, അത് ബന്ധുബലത്തിൻ്റെ പേരിൽ സൗജന്യങ്ങൾ പറ്റുന്നതല്ല, മറിച്ച് ആ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, രാവണൻ്റെ രാജ്യത്തെ, ശൂർപ്പണഖ എന്ന രാക്ഷസിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ രാവണൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ തയ്യാറായ, രാവണനെ പോലും ഉപദേശിക്കാൻ തയ്യാറായ ശൂർപ്പണഖ, അങ്ങനെ ഒരു ഭാഗം കൂടി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കഥകൾ, ആ കഥകൾ വ്യാഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വേദങ്ങളിലും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന യഥാർത്ഥ സ്വരൂപം, തത്വം, ദർശനം, ആ ദർശനത്തെ കൂടി നമ്മൾ ഇത്തരം കഥാപാത്രങ്ങളെ പഠിക്കുമ്പോൾ, കഥകൾ പഠിക്കുമ്പോൾ അതുകൂടി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ അതിലേക്ക് യുക്തി കൂടി ചേർക്കുമ്പോഴാണ് നമ്മളുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് നമുക്ക് തത്വം മനസ്സിലാക്കി തത്വാധിഷ്ഠിതമായി ജീവിക്കാനാവുന്നത്. അങ്ങനെ ഒരു ജീവിത ദർശനം കരുപിടിപ്പിക്കുവാൻ കൂടി ഇത്തരം കഥകൾ കേൾക്കുകയും ഇത്തരം ഭാഷണങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട ഒരു വലിയ ധർമ്മം അതാണ്. അങ്ങനെ ഒരു ധർമ്മചര്യയിലേക്ക് കൂടി നമ്മൾക്ക് മാറുവാൻ വേണ്ടി ഈ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന. ഭക്ത മഹാകവി തുളസീദാസ് രചിച്ച ഈ ഭജന ശ്രീരാമന്റെ കരുണയും സൗന്ദര്യവും ദൈവിക മഹിമയും ഹൃദയസ്പർശിയായി വർണ്ണിക്കുന്നു. ഭക്തന്റെ മനസ്സിനെ ശ്രീരാമനിലേക്ക് നയിക്കുകയും നാമസ്മരണയിലൂടെ ആത്മശാന്തിയും ഭക്തിയും വളർത്തുകയും ചെയ്യുന്നു. കാണാം രാമാനന്ദ്. श्रीरामचन्द्र कृपालु भजमन हरण भव भयदारुणम्. श्रीरामचन्द्र कृपालु भजमन हरण भव भयदारुणम्. नवकञ्जलोचन कञ्जमुख करकञ्ज पद कञ्जारुणम्. श्रीराम श्रीराम.
शीत अमित छवि नवनील नीरद सुन्दरं पटपीतमानहु तडित रुजि शुजि नौमि जनकसुतावरम् श्रीरामचन्द्र कृपालु भज मन हरण भव भयदारुणम् श्रीराम श्रीराम। भज दीनबन्धु दिनेश दानव दैत्यवंशनिगन्दनं रघुनन्द आनन्द कन्द कौशल चन्द दशरथनन्दनं श्रीरामचन्द्र कृपालु भज मन हरण भव भयदारुणम् श्रीराम श्रीराम। ശ്രീരാമസാഗരത്തിൽ നാളെ മാരീച നിഗ്രഹം. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ നിർണായക സംഭവമാണ് മാരീച നിഗ്രഹം. രാവണന്റെ നിർബന്ധപ്രകാരം മാരീചൻ സ്വർണമാനിന്റെ രൂപം ധരിച്ച് പഞ്ചവടിയിലെത്തി സീതയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. സീതയുടെ ആഗ്രഹപ്രകാരം ആ മാനിനെ പിടിക്കാൻ രാമൻ പുറപ്പെടുന്നു. രാമായണത്തിലെ സുപ്രധാനമായ ഒരു സന്ദർഭമാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.